ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റിച്ചിങ് ലാബ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്യാപ്പിൽ എങ്ങനെ എംബ്രോയ്ഡറി ചെയ്തെടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിതാ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പ് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എംബ്രോയ്ഡറി സ്റ്റാൻഡിൽ നമ്മളിതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു കളർ ത്രെഡ് എടുക്കാം. അപ്പോൾ നമ്മൾ 6 സ്റ്റാൻഡ്സിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് വെച്ചിട്ടാണിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നമ്മളിത് ഈ ഒരു ഹാർട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് നീഡിലിനെ പൊക്കിയെടുത്തിട്ട് നമുക്ക് ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ വെച്ചിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ ഫുള്ളായിട്ട് നമുക്ക് ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ ഇതുപോലെ ഈ ഒരു കളർ ത്രെഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ലെയർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡ് 6 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. നമ്മൾ രണ്ടാമത്തെ ലെയറും ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടും ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. മൂന്നാമത്തെ ലെയറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഫുള്ളായിട്ട് കാണിക്കണില്ല കേട്ടോ. ഞാൻ ഏതൊക്കെ കളറാണ് യൂസ് ചെയ്തത് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഇതിൽ കൊടുക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള ഓരോ കളറും ഏതൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാനിതിവിടെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ആർക്കാണ് കൊടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോയിലൊക്കെ കാണിക്കാം. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിലോ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.